മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കും നദീനാ. മനമേ നിന്നെ പരമോന്നതൻ പരിപാലിക്കും നദീനേ. നിനച്ചാൽ നിനക്കുഷസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ? നിനച്ചാൽ നിനക്കുഷസിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ? മനമേ പക്ഷി ഗണങ്ങൾ ഉണർ നീതാ പാടുന്നു ഗീതങ്ങൾ. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. മനമേ നീയും ഉണർന്നീട്ടേശു പരനെ പാടി സ്തുതിക്കാം. ഈ പാട്ട് രാവിലെ പാടാത്ത വീടുകൾ കേരളത്തിൽ കുറവാണ്. ഞാൻ ഈ ചെറുപ്രായത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ അനാഥശാലയിൽ, വള്ളിത്തോടുള്ള അനാഥശാലയിൽ വളരുന്ന സമയത്ത് രാവിലെ 5 മണിക്ക് ഞങ്ങളുടെ സ്തോത്രം പ്രഭാത പ്രാർത്ഥനയാണ്. 5 മണിക്ക് ഞാനടക്കം ഏകദേശം 110 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്ന സമയം. രാവിലെ എഴുന്നേറ്റ് സാറുമാർ ഈ ഡോറിനിട്ട് വടി വെച്ച് 2 അടി അടിയും. എല്ലാം ചാടി എഴുന്നേക്കും ആ സമയത്ത്. ഇനി എഴുന്നേക്കാൻ അല്പം വൈകുന്നവന് ലൈറ്റായിട്ടൊരു കഷായം കിട്ടും. അങ്ങനെ രാവിലെ ഒറ്റ പ്രാവശ്യം കിട്ടുള്ളൂ, എപ്പോഴും കിട്ടേണ്ട വരികയില്ല. കാരണം ഈ കഷായത്തിൻ്റെ ചൂട് ആ വർഷം മുഴുവനും അറിയുന്നത് കൊണ്ട് രാവിലെ എഴുന്നേക്കും. പിന്നെ ഒരാഴ്ചത്തേക്കൊക്കെ ഈ പ്രയാസം ഉണ്ടാവുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോൾ റൊട്ടീനായി. അപ്പോൾ ഞാനൊരു 11 വർഷക്കാലം അവിടെ താമസിച്ചത് കൊണ്ട് എനിക്കിത് സ്ഥിരമായി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടി. അപ്പോൾ ഈ 5 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഉറക്കമില്ല അല്ലേ? 5 മണിയാകുമ്പോഴത്തേക്ക് ഉറക്കമില്ല. രാവിലെ സ്തോത്രം നമ്മുടെ മക്കളെ അല്ലേ ആദ്യം വലിച്ചുകൊണ്ട് വരും, എടുത്തുകൊണ്ട് വരും, തൂക്കി പിടിച്ചുകൊണ്ട് വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ പോകുന്നുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഏതെങ്കിലും പിള്ളേർ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, മക്കളെ രാവിലെ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കണേ കേട്ടോ. രാവിലെ ഇച്ചിരി കഷ്ടപ്പാടാണ്, എന്നാലും കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഈ പാട്ടൊക്കെ ഒന്ന് പാടണം. മനമേ പക്ഷി ഗണങ്ങൾ നമ്മൾ പാടിയ വരി നിങ്ങൾ ശ്രദ്ധിച്ചോ? നനച്ചാൽ നിനക്ക് അത് അതിനെക്കുറിച്ച് നീ ചിന്തിച്ചാൽ ദൈവം നമ്മെ പരിപാലിക്കുന്ന ആ പരിപാലനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കിടന്നുറങ്ങാൻ പറ്റുമോ? എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. അതാണ്, നിനക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞിടുമോ? സ്തോത്രം. നമ്മുടെ പിള്ളേർ പലപ്പോഴും രാവിലെ ഉദയസൂര്യനെ കണ്ടിട്ടില്ല. അവർ ഉദിച്ചിരിക്കുന്ന സൂര്യനെ, അവർ ഉദിച്ച് വരുന്ന സൂര്യനെ അവർ കണ്ടിട്ടില്ല. ഉദിച്ചത് ഒരു മണിക്കൂർ കഴിഞ്ഞ സൂര്യനെയൊക്കെ അവർ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ പ്രഭാത പ്രാർത്ഥനയിലും വൈകിട്ടത്തെ പ്രാർത്ഥനയിലും നമ്മളവരെ പങ്കെടുപ്പിക്കണം, അവരെ അതിനെ ഉത്സാഹിപ്പിക്കണം. പിള്ളേർ വന്നില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കട്ടിലേന്ന് അവനെ അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അവിടെ അടുത്തിരുത്തണം കേട്ടോ. അവൻ അവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതും പറഞ്ഞ് അവന് ഉറങ്ങാടാ എന്നും പറഞ്ഞ് അവനെ ശകാരിക്കൊന്നും പോണ്ട. നിങ്ങൾ അവനെ കൊണ്ട് ഇരുത്ത്. ഒരു 3-4 ദിവസം നിങ്ങൾ ഇരുത്തേണ്ട വരും. പോട്ടെ 2 ആഴ്ച നിങ്ങൾ ഇരുത്തേണ്ട വരും. പിന്നെ നിങ്ങൾ അവനെ ഇരുത്തേണ്ട വരികയില്ല. ആ ടൈമിങ് ആകുമ്പോൾ അവൻ അറിയാതെ എഴുന്നേറ്റ് ഇങ്ങ് വരും. പിന്നെ അവൻ പറയും എന്നെ എടുത്തുകൊണ്ട് പോകോളാൻ പറയും. എൻ്റെ ചെറിയ കുട്ടി പറഞ്ഞതുപോലെ രാവിലെ ഞാൻ എടുത്തുകൊണ്ടാണ് പോകണം ചില സമയത്തൊക്കെ. അപ്പം പുള്ളിക്കാരി രാത്രി പറയും കിടക്കാൻ നേരത്തെ, പപ്പ എൻ്റെ കാലെ പിടിച്ച് വലിച്ച് താഴോട്ടിട്ടേക്കാൻ പറയും. അന്നേരം ഞാൻ എഴുന്നേറ്റ് വരും. സ്തോത്രം. ഇന്ന് ഈ ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിക്ക് പിന്നെ പ്രശ്നമില്ല, രാവിലെ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. അവർ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കണം. രാവിലെ പാട്ടൊക്കെ അവർ ഈ പാട്ടൊക്കെ കേൾക്കട്ടെ. അതിരാവിലെ തിരുസന്നിധി, മനമേ പക്ഷിഗണങ്ങൾ, അതുപോലെ തന്നെ
ഒരുപാട് പാട്ടുകൾ രാവിലെ പ്രഭാതത്തിൽ പാടുന്ന ഗാനങ്ങൾ, ഒരുപാട് പാട്ട് പറയണമെന്നുണ്ട്. ഞാൻ ഓർമ്മയിൽ 1-2 പറഞ്ഞതേ ഉള്ളൂ. ഈ ഓർമ്മ ഇച്ചിരി കുറഞ്ഞു വരികയാണ്. നമുക്കറിയാമല്ലോ, പ്രായമൊക്കെ ആകുന്നതനുസരിച്ച് ഓർമ്മ കുറയും. എങ്കിലും പാട്ടിനൊന്നും ഓർമ്മ കുറയില്ല കേട്ടോ. പിന്നെ ഒരുപാട് പാട്ടുകൾ, പരപരമേശ വരമരുളീശ നീ എത്ര എൻ്റെ രക്ഷാദാനം, ഇതൊക്കെ ഞങ്ങൾ രാവിലെ പാടുന്ന പാട്ടുകളാണ്. പിന്നെ ഞങ്ങൾ പാടുന്ന ഒരുപാട് അങ്ങനത്തെ പാട്ടുകളുണ്ട്. സ്തോത്രം. ഈ മനമേ പക്ഷിപ ഗണങ്ങൾ ഉഷകാലം ഞാൻ എഴുന്നേൽക്കുക അതിരാവിലെ തിരുസന്നിധി, ഇതൊക്കെ അന്ന് ഞാൻ പഠിച്ച പാട്ടുകളാണ്. അതുകൊണ്ട് ആ പാട്ടുകളൊന്നും ഞാൻ മറന്നിട്ടില്ല. സ്തോത്രം. നമ്മളെ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതുകൊണ്ട് പ്രാർത്ഥന ഉത്സാഹിപ്പിക്കും. നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങളുടെ രാജ്യത്തെ സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രാവിലെ പ്രഭാത പ്രാർത്ഥന നടത്തണ്ട കേട്ടോ. സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ പ്രഭാത പ്രാർത്ഥന നടത്തണം കേട്ടോ. സൂര്യൻ ഉദിക്കാത്തവർക്ക് നമ്മൾ അവരെ വിട്ടേക്കാം അല്ലേ, അവരെ വിട്ടേക്കാം. അവർക്ക് സൂര്യൻ ഉദിക്കുന്നില്ല, പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ദാനിയേൽ സമയങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരുന്നു ദാനിയേൽ. സ്തോത്രം. ഞാനും പ്രാർത്ഥിക്കാൻ ചില സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് സമയം പോകുന്ന അറിയത്തില്ല. ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ 2-3 മണിക്കൂറൊക്കെ ഓരോ ഇരിപ്പങ്ങ് ഇരുന്ന് കളയും. നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങൾ എന്നെക്കാളും പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം. എനിക്ക് 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ എനിക്കൊരു 3 മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചാലേ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പണ്ട് തൊട്ടേ ഉള്ളൊരു അസുഖമാണ്. അപ്പോൾ എനിക്കങ്ങനെ പ്രാർത്ഥിക്കാതെ പറ്റിയില്ല. ചുമ്മാ കയറി ഒന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം ഉപവസിക്കുന്നത്. ഈ അടുത്ത ദിവസം അടൂര് കേട്ടോ, ഏപ്രിൽ മാസം 8, 9, 10 ദിവസങ്ങളിൽ മണക്കാലയ്ക്കടുത്ത് താഴത്തുമണ്ണുള്ള ഒരു സഭയിൽ 3 ദിവസം ഞാൻ വരുന്നുണ്ട് അവിടെ ഉപവസിക്കാൻ. ഞാൻ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ദൈവദാസന്മാർ അവിടെ കടന്നു വരുന്നുണ്ട്. 3 ഡേയ്സ് ചായയില്ല, കാപ്പിയില്ല, ഒരു സാധനം ഇല്ല കേട്ടോ. അങ്ങനെ ഉപവസിക്കാൻ താല്പര്യമുള്ളവർ വന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും പോര്, ഞാൻ ആരെയും മുടക്കുന്നില്ല, എല്ലാവരും വന്നോട്ടെ, കുഴപ്പമില്ല. സ്തോത്രം. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, അവിടെ ചായയും കാപ്പിയും ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇരിക്കുന്നത് അങ്ങനെയാണ്. കാരണം സ്തോത്രം, ചിലത് ദൈവസന്നിധി പ്രാപിക്കാൻ വേണ്ടി, വേറൊന്നുമല്ല കേട്ടോ. വലിയ ആളാകാൻ വേണ്ടിയല്ല, ഏറ്റവും ചെറിയ ആളാകാൻ വേണ്ടിയാണ് ഉപവസിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കടന്നു വരിക, ആ ഉപവാസത്തിൽ പങ്കെടുക്കുക. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ പ്രഭാത പ്രാർത്ഥനയിൽ ആമേൻ അവരെ ഉത്സാഹിപ്പിക്കുമ്പോൾ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ ശരിയായിക്കോളൂന്നേ. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നുണ്ടോ? അതൊരു വലിയ വിഷയം തന്നെയാണ്. സ്തോത്രം. നിങ്ങളും പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കണം കേട്ടോ. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഈ രാവിലെ പ്രാർത്ഥന ആയിക്കോട്ടെ, വൈകിട്ടത്തെ പ്രാർത്ഥന ആയിക്കോട്ടെ, രണ്ടും കഴിയുമ്പോൾ ഞങ്ങൾ കാണാതെ എല്ലാവരും പറയുന്നൊരു സങ്കീർത്തനമുണ്ടേ. ഞങ്ങളെല്ലാവരും കൈ ഇങ്ങനെ ഈ ഹൃദയത്തിൻ്റെ ഭാഗത്തോട്ട് വെക്കും. എന്നിട്ട് ഞങ്ങളെല്ലാവരും പറയുന്ന രാവിലെ പ്രാർത്ഥന കഴിയുമ്പോൾ, വൈകിട്ടത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും പറയുന്നൊരു സങ്കീർത്തനമാണ്. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്ന സർവ്വശക്തൻ നിനക്ക് പാർക്കുകയും ചെയ്യുന്ന യഹോവയെക്കുറിച്ച് സങ്കേതം കൊണ്ട് ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. അവൻ തന്നെ വേട്ടക്കാരനാണ്, നാശരമാരെ മകമാവനും എന്ന് വിളിക്കുവാൻ എൻ്റെ പോലെ നിന്ന് മറയ്ക്കും. അവൻ്റെ വിശ്വാസം എനിക്ക് പരിചയം പറയുമ്പോൾ രാത്രി ഭയത്തെയും പറക്കുന്ന തീർച്ചയായും മഹാമാരി വെച്ച് സർക്കാർ ഇങ്ങനെ പറഞ്ഞ് സ്തോത്രം ആ സങ്കീർത്തനം മുഴുവനും ഞങ്ങളെല്ലാവരും ചേർന്ന് കാണാതെ പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പറയുന്ന. ഞങ്ങളെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഈ മാവേലിക്കരയിൽ നിന്ന് വന്നൊരു പാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബെന്നി മാത്യു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് ബ്ലസൻ മാത്യു, പാട്ടുകാരൻ. ഇപ്പം ബാംഗ്ലൂരിൽ ഡോക്ടർ ജോൺസൺ മാത്യുവിൻ്റെ കൂടെയുള്ള ദൈവദാസൻ ബ്ലസൻ മാത്യു. അപ്പോൾ ബെന്നി പാസ്റ്ററാണ് ഞങ്ങളെ ചർച്ച വന്നപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ഒരു മെത്തേഡാണ്. ഞങ്ങൾ പ്രാർത്ഥന ഈ സങ്കീർത്തനവും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് വരെ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു ഒരാൾ വീട്ടിൽ നിന്ന് പറയും. അപ്പം ഏറ്റവും ചെറിയ കുച്ചി അമ്മയ്ക്കോറും പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുള്ളിക്കാരത്തി യേശുക്രിസ്തു പാപികളെ എന്ന് പറയും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, രാജാതിരാജാവായി വേഗം വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, അല്ലേലിയ 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 3 അല്ലേലിയം പറഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥന തീരും. ഇതേത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള ദൈവദാസന്മാർക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ രാത്രി താമസിച്ചിട്ടുള്ള ദൈവദാസന്മാർക്കറിയാം. ഈ ഒരു മെത്തേഡ് ഞങ്ങളുടെ വീട്ടിലെ വർഷങ്ങളായിട്ടുള്ള സ്തോത്രം. ആ പ്രാർത്ഥന അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ പോകുന്നത്. ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-12 വർഷം മുമ്പ് ഞാൻ തമിഴ്നാട്ടിലെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ ചെന്നപ്പം അവർ ലാസ്റ്റ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്ത് കേട്ടോ. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ആ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് മൂത്ത മകൻ ആ പേപ്പറിനകത്ത് എഴുതിയിരിക്കുന്ന 10 കാര്യങ്ങളുണ്ട്. അതവൻ പറയും. അവിടെ ഇരിക്കുന്ന മക്കളെല്ലാം ഏറ്റു പറയും, ഭാര്യമാരേറ്റു പറയും. അപ്പനും അമ്മയും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അപ്പനും അമ്മയും മിണ്ടാതിരിക്കും. ഈ മക്കളാണ് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ എഴുതിക്കുന്നതിനറിയോ? ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും അനുസരിക്കും. എല്ലാവരും പറയുക, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും അനുസരിക്കും. ഞാൻ
3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞാൻ 3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഇതവിടെ സംഭവിക്കുന്ന കാര്യമാണ് അവർ ഈ പറയുന്നത്. ഒരാൾ പേപ്പർ നോക്കി വായിക്കും. ഇപ്പോൾ അവർക്കെല്ലാം കാണാപ്പാടമായി കാണും. കാരണം പേപ്പറിൽ നോക്കി ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ പേപ്പർ നോക്കി വായിക്കുകയാണ്, പ്രതിജ്ഞ പറയുന്നത് പോലെ. അവസാനത്തെ അവരുടെ പ്രതിജ്ഞ ഞാൻ അമ്പരപ്പിച്ച് കളഞ്ഞു. ഞാൻ 1 മാസത്തിൽ 10 ട്രാക്റ്റ് കൊടുക്കും. എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. ആ മക്കളെല്ലാം അങ്ങനെയാ, എല്ലാവരും ജോലിക്കാരാ. പക്ഷേ ആ മാസത്തിൽ അവർ എവിടെയെങ്കിലും പോയി 10 പേർക്ക് ട്രാക്റ്റ് കൊടുത്തിട്ട് അവർ കൊടുക്കും. ആർക്കെങ്കിലും അവരിതുവരെ കൊടുക്കാത്തവർക്ക് 10 പേർക്ക് ട്രാക്റ്റ് കൊടുക്കും. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. അയ്യോ, ഒന്നും ചെയ്തേക്കല്ല്. സ്വത്രം. നല്ല ബിഹേവിയർ. ഇന്ന് രാവിലത്തെ നമ്മുടെ ചിന്ത 91 സങ്കീർത്തനത്തിൽ നിന്നാണ്. സ്തോത്രം. ആ 91 സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. കണ്ടോ, എന്നോട് പറ്റിയിരിക്കുന്നവൻ, അവനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എന്നോട് പറ്റിയിരിക്കുന്നവൻ, അവനെ ട്രാക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നോട് പറ്റിയിരിക്കുന്നവൻ, അവനാണ് എപ്പോൾ ആര് പറഞ്ഞാലും പാട്ട് പാടാൻ പറ്റുള്ളൂ. എന്നോട് പറ്റിയിരിക്കുന്നവൻ, അവന് മാത്രമേ ഇൻസ്ട്രുമെൻസും എടുത്ത്, ബൈക്കാണെങ്കിൽ ബൈക്ക്, സൈക്കിളാണെങ്കിൽ സൈക്കിൾ എടുത്തോട്ട് പോകാൻ പറ്റുള്ളൂ മീറ്റിങ്ങിന്. എന്നോട് പറ്റിയിരിക്കുന്നവൻ. ഒരു സ്വതന്ത്രം പറഞ്ഞേ ആമേൻ. എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടുവിക്കും, എൻ്റെ നാമത്തെ അറിയുന്ന ഒറ്റ കാരണത്താൽ. എനിക്ക് അങ്ങനല്ലേ ഇരിക്കുന്നേ, അവൻ എൻ്റെ നാമത്തെ അറിയാൽ സ്വതന്ത്രം ഞാൻ അവനെ ഉയർത്തും. കേട്ടോ, നിങ്ങൾ അവൻ്റെ നാമത്തെ അറിഞ്ഞെങ്കിൽ ആ നാമത്തെ അറിയിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളതെ ഉയർത്തുന്നത്. ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു ഉയർച്ച വേണോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തോട് പറ്റിയിരിക്കുക, ദൈവത്തിൻ്റെ നാമത്തെ അറിയിക്കുക. ദൈവം നിങ്ങളെ ഉയർത്തും. ഈ രാവിലെ സമയം അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് തയ്യാറാക്കണം. സ്തോത്രം. പ്രഭാത പ്രാർത്ഥനയ്ക്ക് തയ്യാറാക്കണം. അവർക്ക് പാട്ടറിയാമോ? നിങ്ങൾ പാടി കേൾപ്പിക്കണം, പാടണം. മൊത്തം പാടിയില്ലേലും ഒരു 2-4 സ്റ്റാൻസെങ്കിലും പാടണം കേട്ടോ. മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്ത് നീ കിടന്നു, മൃഗത്തെക്കാളും നിർവിചാരിയായിട്ട് ഉറങ്ങാതെ എൻ്റെ ചാക്കോ ചേട്ടാ. സ്വത്രം. മൃഗജാലങ്ങൾ ഉറങ്ങിയിടുന്നല്ല കേട്ടോ, ഉണർന്നിടുന്ന സമയത്ത് നീ കിടന്നു, മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ മറിയേ, മൃഗത്തെക്കാളും നിർവിചാരിയായി ഉറങ്ങാതെൻ്റെ ബിന്ദുവേ. നിങ്ങളെ പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 7 മണിക്കല്ല, രാവിലെ 5 മണിക്ക്, 5:30 വേണ്ട, നിങ്ങൾ 5:30 എഴുന്നേറ്റാൽ മതി. 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്, ഒരുപാട് നേരം ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒരു 10 മിനിറ്റ് ദൈവത്തോട് നന്ദി പറഞ്ഞ്, കർത്താവേ എനിക്ക് ഈ ആരോഗ്യം തന്നില്ലേ. ഒരുപാട് പേര് രാവിലെ പെട്ടിക്കകത്ത് കയറി, ചിലരുടെ കൈ അനങ്ങുന്നില്ല, ചിലർക്ക് തോപ്പലേക്ക് വേന, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? പയറ് പോലെ എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തോട് നന്ദി പറഞ്ഞ, കർത്താവേ എനിക്ക് തന്ന ആരോഗ്യത്തിന് നന്ദി, എൻ്റെ ഭർത്താവിന് കൊടുത്ത ആരോഗ്യത്തിന് നന്ദി, ഞങ്ങൾക്ക് നൽകിയ ജോലിക്ക് നന്ദി, എല്ലാത്തിനും നന്ദി പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ച്, ദൈവത്തെ കുമ്പിട്ട്, ദൈവത്തിൻ്റെ മുമ്പാകെ വീണ്, ഞാൻ ചില സമയത്ത് നെടുമ്പാട് വീണ് ഇങ്ങനെ കിടക്കും ഞാൻ ദൈവസന്നിധി. സ്തോത്രം. ദൈവത്തിന് നന്ദി പറയും. അങ്ങനെ കർത്താവിനെ മുഖത്തപ്പെടും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാനൊരു വാക്ക് നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു അടച്ചു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവരുടെ പുത്രനിഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസനിലേക്ക് അടുത്ത് വരുന്നു. ഈ പ്രഭാതത്തിൽ ഈ വാത്സല്യമുള്ള സഹോദരിക്കുള്ള സഹോദരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യം കൊടുത്ത് സഹായിക്കണം. സകല പോരുകളെ ശാസിക്കുന്നു. അന്ധകാര മണ്ഡലങ്ങൾ മാറിപ്പോകട്ടെ, ദുഷ്ടൻ്റെ സകല പോരുകൾ മാറട്ടെ. കൃപ പകരണമേ, ബലപ്പെടുത്തണമേ. കർത്താവെ, പ്രഭാതത്തിൽ അവരുടെ വീട്ടിലെ പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥന, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവരിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എല്ലാം ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നിറച്ചാട്ടെ. പ്രാർത്ഥനയോട് നന്ദി, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ദൈവസന്നിധി സമയം നിങ്ങൾ ചെലവഴിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ചില സ്വപ്നങ്ങളെ, ചില ദർശനങ്ങളെ, ചില വെളിപ്പാടുകളെ, ചിലരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയെ ദൈവം നിങ്ങളെ അറിയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപാട് കഴിവുകളുണ്ടായിട്ടൊന്നുമല്ല, ദൈവസന്നിധി നിങ്ങൾ സമയം ചെലവഴിക്കുന്നുണ്ട്. സ്തോത്രം.
ഒരു ഓഫീസിനകത്ത് ഒരു പിയൂൺ നിൽക്കുന്നത് പോലെ നിങ്ങൾ നിന്നാൽ, എന്തിനാണ് ഓഫീസിനകത്ത് പിയൂൺ നിൽക്കുന്നത്? മാനേജർ എന്താണ് ഏത് ഫയൽ എടുക്കാൻ പറഞ്ഞത് അന്നേരം എടുത്തു കൊടുക്കാൻ വേണ്ടിയാണ്. അത് ആരോടാ പറയുന്നത്? അടുത്ത് നിൽക്കുന്നവനോടാ പറയുന്നത്. അവൻ്റെ പേരാ പിയൂൺ. സ്തോത്രം. നിങ്ങളൊരു പിയൂണായിട്ട് നിൽക്കുകയാണെങ്കിൽ ആമേൻ, സ്തോത്രം, ഒരു കാലത്ത് നിങ്ങൾ ആ മേശയിൽ വരും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.